അല്ല സുരേഷ് ഭായിയുടെ ഫാമിലി എന്നൊക്കെയാ പറഞ്ഞേ? അവളെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കേട്ടപ്പോ പോയതാ. അപ്പൊ അടുത്ത ആഴ്ച വരുന്നു വിചാരിക്കുന്നു. അമ്മയ്ക്ക് സുഖമില്ലാണ്ട് പോയി തന്നെയാണല്ലോ അല്ലേ? അല്ല ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. കുറച്ചു മുമ്പ് എന്റെ ഫാമിലി ഇതുപോലെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയി. പിന്നല്ലേ മനസ്സിലാവണേ അവളെ റെസ്റ്റ് എടുക്കാൻ പോയതാന്ന്. അപ്പൊ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലേ? എവിടെ അമ്മയ്ക്കൊരു അസുഖമില്ല. അമ്മ പയറ് പോലെ ഓടി നടക്കുക. ഞാൻ എന്റെ കെട്ടിയോട് ചോദിച്ചപ്പോഴേ അവള് പറയാ, അല്ല നിങ്ങൾക്ക് മാത്രം ലീവും റെസ്റ്റൊക്കെ മതിയാ, പെണ്ണുങ്ങളായ ഞങ്ങൾക്കും വേണ്ട ഇതൊക്കെ. എന്താ ചെയ്യാ? അപ്പോ എന്റെ കെട്ടിയോളും ഇതുപോലെ ലീവിന് പോയതായിരിക്കോ? പറയാൻ പറ്റില്ല, ചിലപ്പോ പോയതൊക്കെ വരും. കൊഴപ്പല്ല, അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവളുടെ അമ്മേരെ അടുത്ത് കുറച്ച് ദിവസം നിക്കണമെന്ന്. ആയിക്കോട്ടെ, പോയി വരട്ടെന്നേ. കിഷോറായിരിക്കും, കാരണം മുന്നോട്ട് സമയം കിട്ടുന്ന അറിഞ്ഞാന്ന് പറഞ്ഞു. കിഷോറെ, ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറയാല്ലേ കോളേജ്. അതെ, ഇത് വെറും എന്റെ ഒരു കൂട്ടുകാരനല്ല കേട്ടോ, എന്റെ വലം കൈയാണ്. ഒരു സ്മോൾ എടുക്കട്ടെ. കുറച്ചുനായിട്ട് നിർത്തി വെച്ചിരിക്കാണ്. അത് കൊള്ളാം, അത് നല്ല കാര്യമാണ്. പിന്നെ മദ്യപാനത്തിന്റെ കാര്യത്തില് ആരെയും നിർബന്ധിക്കുക. ഒറ്റ ചോദ്യം, വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് എന്തോ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞല്ലോ ഇന്നലെ ഫോൺ ചെയ്തപ്പോ. അത് അതെ, രഹസ്യം വല്ലതാണെങ്കിൽ ഞാൻ മാറി തരാട്ടോ. ചേട്ടനോടെ ഇരുന്നുള്ളൂ, ഒരു രഹസ്യമില്ല. അതെ, ഞാനൊരു ചെറിയ സ്ഥാപനം തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിനെ കുറിച്ച് സംസാരിക്കാച്ചിട്ട് വന്നു. അതെ, അതെന്താ? അന്ന് പറഞ്ഞിരുന്നു. അത് എന്തായി? പഠിത്തം അങ്ങനെ ആരംഭിക്കും? കാര്യങ്ങളൊക്കെ ഒരുവിധം ആയി, മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കിഷോർ ശരിക്കും എന്താ ചെയ്യണേ? ഞാനൊരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഉള്ള ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ്? ജോലിയൊന്നും വേണ്ടാന്ന് വെക്കില്ല. തുടങ്ങുന്ന സ്ഥാപനം അളിയനെ ഏൽപ്പിക്കാന്നാ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്. അപ്പോ അളിയെന്ന് പറയുമ്പോ കിഷോറിന്റെ ഭാര്യയുടെ ആങ്ങളല്ലേ? അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, 2-3 കമ്പനി ആയിപ്പോ മാറണം. ഇനിയിപ്പോ ഒരു സ്ഥാപനമൊക്കെ നോക്കി നടത്തുമ്പോ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമല്ലോ. കിഷോറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, പറയൂ. വിഷമം തോന്നരുത്. വിഷമമില്ല കിഷോറെ, നമ്മൾ പുതിയൊരു സ്ഥാപനം കഴിയുന്നതും നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഒരു കയ്യകരം ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. അവർ ഒഴിച്ചു നിർത്തണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു തരത്തിലെ വെളുക്കാൻ കഴിച്ചത് പാണ്ടാവെന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയിൽ കിട്ടും കാര്യങ്ങൾ. അതിന്റെ ഒരു അനുഭവസ്ഥനാണ് ഇരിക്കുന്നത്. അതറിയാം. അതെന്താ അങ്ങനെ ഒരു സംഭവം? അതൊരു 1.5 കഥയാണ് എന്റെ കിഷോറെ. ഞാനും ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങി, കിഷോറിനെ പോലെ തന്നെ ജോലി കളയാതെ. എന്റെ ഭാര്യയ്ക്ക് ഒരു നിർബന്ധമായിരുന്നു ഒരു സ്ഥാപനം തുടങ്ങണം. അതാ ചേച്ചിക്ക് എന്താ അങ്ങനെ ഒരു നിർബന്ധം? ചേച്ചിയുടെ നിർബന്ധം വേറൊന്നല്ല, അത് ചേച്ചിയുടെ പുന്നാര ആങ്ങളേനെ നാട്ടില് തെറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവനെ ഇവിടേക്ക് കെട്ടിയിട്ട് വിളിച്ച് കൊണ്ടുവരണം. അതെന്നല്ല. അപ്പൊ എന്നെ പോലെ തന്നെ ഞാനും എന്റെ പെണ്ണുപിള്ള പറഞ്ഞ് കേട്ടിട്ടാണ് അളിയനെ കെട്ടിയിറക്കാൻ വേണ്ടിട്ട് ആലോചിച്ചത്. എന്റെ അളിയൻ ചെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയിലാണ്ട് ഒരു ഭാഷ അറിയില്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല. എന്നാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ദുബൈയിൽ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അതിന് വെൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ ഇരിക്കുന്നത്. ഇദ്ദേഹമാണ് കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവരുന്നത്. അളിയൻ ചെക്കനെ ഒരു മാനേജർ എന്നുള്ള നിലയിൽ ഇരുത്തിന്ന് മാത്രം, ആ ഒരു പോസ്റ്റ് കൊടുത്ത് ഇരുത്തിന്ന് മാത്രമേ ഉള്ളൂ. എന്താ പ്രശ്നം? എല്ലാ പ്രശ്നം പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങളുടെ ഒരു 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 പൊടി പോരായിരുന്നു. ഈ ഗ്രഹണിപ്പിള്ളേര് ചക്കക്കൂട്ടാക്കണ്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെയായിരുന്നു ഈ അളിയൻ ചെക്കന്റെ അവസ്ഥ. മാനേജർ ചമ്മി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ എന്റെ അളിയന്റെ ഫ്രണ്ട് പോളച്ചനല്ല. സാർ, അതിന് ഇപ്പൊ ഇവിടെ എന്തുണ്ടായി? നിങ്ങൾ എന്തിനാ എല്ലാ കാര്യങ്ങളും പോളച്ചനെ പോയിട്ട് ബോധിപ്പിക്കുന്നത്? സാർ, അദ്ദേഹം അറിയേണ്ട കാര്യങ്ങളല്ലേ ഞാൻ അദ്ദേഹത്തോട്ട് പറഞ്ഞിട്ടുള്ളൂ. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, എന്നോട് തർക്കിക്കാൻ വരണ്ട. സാർ, ഞാൻ സാറിനോട് തർക്കിച്ചതല്ല. അതുപോട്ടെ, നിങ്ങൾ ഓഫീസിൽ ഇടയ്ക്ക് ലേറ്റ് ആയി വരുന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇനി റീസൺസ്? സാറിന് അറിയാമല്ലോ, ചില ദിവസങ്ങളിൽ ഷാർജ ദുബായ് ബോർഡറിൽ നല്ല ട്രാഫിക് ഉണ്ടാകാറുണ്ട്. ഷാർജ ടു ദുബായ് എല്ലാ ദിവസങ്ങളിലും ട്രാഫിക്കാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടല്ല അവിടെ പോയി ഷാർജ പോയി താമസിക്കുന്നത്. സാർ, 2 ഇടങ്ങളിലെയും കോസ്റ്റ് ഓഫ് ലിവിംഗ് വ്യത്യാസമല്ലേ സാർ?
നിങ്ങൾ അജ്മാനിലോ ഷാർജയിലോ ഇല്ലെങ്കിൽ റാസൽ കൈമയിലോ പോയി താമസിച്ചോ, അതൊന്നും എന്റെ വിഷയമല്ല. ഓഫീസിൽ കൃത്യസമയത്ത് വന്നിരിക്കണം. ഓക്കെ ഓക്കെ സർ, ഇനി മുതൽ വൈകാതെ വരാം. ആ പോയി ആ ബിജുവിനെ ഒന്ന് വിളിച്ചേ. നിങ്ങൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്താ സാർ വിളിച്ചോ നോക്ക്? ബിജു ഇരിക്കും. എന്താ ബിജുവിന്റെ ഉദ്ദേശം? എന്താ സാർ മനസ്സിലായില്ല? അല്ല, ഇവിടെ ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തിനാ എന്റെ അടിയനെ വിളിച്ചറിയിക്കുന്നത്? അവൻ സാർ ഇവിടുത്തെ എല്ലാ കാര്യം അറിയിക്കണമെന്ന് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതാണ്. എന്നാൽ ഇനി മുതൽ അത് വേണ്ട. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അളിയൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. നമ്മൾ ഈ മീഡിയ കമ്പനിക്ക് കൊടുത്ത ചെക്ക് എന്താ ബൗൺസ് ചെയ്ത്? അതന്നെ സാർ, നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് കുറവാന്ന് സാറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടാനുള്ള പേയ്മെന്റ്സ് എല്ലാം കളക്ട് ചെയ്യാത്തോണ്ടല്ലേ ഇതിപ്പോ ഫണ്ട് കുറഞ്ഞു പോയത്? അല്ല സാർ, അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടായിരുന്നു. സാറിന്റെ പേഴ്സണൽ ആവശ്യത്തിന് കുറച്ച് ഫണ്ട് വിഡ്രോ ചെയ്ത കാരണം നമ്മൾ ഫണ്ട് കുറച്ച് ഷോർട്ട് ആയത്. ഓ, ഇപ്പൊ കുറ്റക്കാരൻ ഞാനായല്ലേ? ഇതൊക്കെ സമാധാനം നോക്കാനും വേണ്ടത് ചെയ്യാനും അല്ലേ തന്നെയൊക്കെ ജോലിക്ക് വെച്ചത്? ആ പോയിക്കോ. ഓക്കെ. നിരേഷ് മാം, പ്ലീസ് കം. എന്താ സർ? ഹലോ നിരേഷ. നിരേഷ്, ഞാൻ ഈ ഫയൽ ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. എവറിത്തിങ് ഈസ് ഫൈൻ. താങ്ക് യു സോ മച്ച് സർ. നിരേഷ് പോകല്ലേ, കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ. എനിക്ക് കുറെ ജോലിയുണ്ട് സർ. എന്റെ ജോലിയൊക്കെ സാറ് ചെയ്യുമെങ്കിൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. പെണ്ണുങ്ങല്ലേ നിരേഷ? നിരേഷിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? ഓ അതെ. നിരേഷ, ഞാനൊന്ന് പുറത്തേക്ക് പോകാം. ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ സർ. ഈ മാനേജറെ കൊണ്ട് വല്ലാതെ ശല്യമായി. എല്ലാവർക്കും എന്തെങ്കിലും കിട്ടും നമ്മുടെ മേക്കട്ട് തരാൻ വേണ്ടിട്ട്. കനക സിംഹാസനിക്കുന്ന ശിവനകൻ എന്ന പേര് വളരെ കറക്റ്റാണ്. ഇന്നും രണ്ടുപേർക്കും വൈറസ് കിട്ടിയെന്ന് തോന്നല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ എന്തിനാണ് പോലീസിനെ അറിയിക്കുന്നതെന്നാണ് അയാൾ ചോദിക്കുന്നത്. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. ഞാൻ ഷാർജയിൽ താമസിക്കുന്ന ആൾക്കത്ര പിടിച്ചിട്ടില്ല. വേണ്ട, ഞാൻ ദുബായിൽ താമസിക്കാം. ശമ്പളം കൂട്ടി തരട്ടെ. അല്ല, കാശ് മുടക്കിയ മുതലാളികൾ പോലും ഒന്നും പറയരുത്. ഇത് എവിടത്തെ ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ മഴ പിടിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവിടെ അതെന്നെ നടക്കണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാണുന്ന പെണ്ണുങ്ങൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് കാശ് എടുക്കും. എന്നിട്ട് ബാങ്കിൽ കാശ് കൊടുക്കുന്നത് നമ്മളെ മക്കിട്ട് കയറും. ഈ പോക്ക് പോയാൽ ഈ സ്ഥാപനം അധികാരം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതെ, ഞാൻ വേറെ ജോലി നോക്കുന്നു. ഇയാളുടെ ആട്ടും തുപ്പും കേൾക്കാൻ ഇന്നെ കിട്ടില്ല. സത്യത്തില് വിഷമപ്രസത്തിലായിട്ട് ഞാൻ, കാരണം എന്നെ വിശ്വസിച്ചിട്ടാണ് ബോസ് ഈ സ്ഥാപനം തുടങ്ങിയത്. ബോസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ കേട്ടോ. ബോസിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ബോസിന്റെ പെണ്ണുമ്പോഴാണ് പ്രശ്നം. കാത്തിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് കേട്ടിട്ട് അതുപോലെയാണ് പെങ്ങൾക്ക് ആങ്ങളെ പൊന്നാങ്ങളെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാൻ ബാങ്കിലേക്ക് ഒന്ന് പോകണം. ഓ, അങ്ങനെ ഓഫീസിലുള്ള സകലരെയും പൊറിപ്പിച്ചു വെച്ചു ഈ കുഞ്ഞാലടി. അല്ല, ഇതെല്ലാം അറിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ആക്ഷൻ ഒന്നും എടുത്തില്ല. അതിനെങ്ങനെയാ? ഇവിടെ ഒരെണ്ണുണ്ടല്ലോ, എന്റെ കെട്ടിയോള്. പുന്നാര ആങ്ങളേനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ പിന്നെ എനിക്ക് ഇവിടെ കിടന്ന് പൊറുക്കട്ടെ. പിന്നെ ഇങ്ങോട്ട് പ്രായത്തിൻ്റെതായ ചെറിയ സൂക്കേട് എന്ന് വെച്ചാ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ, പ്രത്യേകിച്ച് കല്യാണം കഴിയാത്തതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ആയ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ ഇന്നലെ വീക്കെൻഡായിട്ട് മാനേജറായിട്ട് എവിടെയായിരുന്നു കറക്കം? ആടാ, രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്ക് പുള്ളി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കാറിലൊരു കറക്കം. അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ച് കഴിച്ചു. അത്രേ ഉണ്ടായിരുന്നു. ബുർജ് ഖലീഫ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലായിരുന്നോ? അത് വൈകുന്നേരം ഞങ്ങൾ പോയി. അടിപൊളി വ്യൂ ആയിരുന്നു. നിരോഷ പോയിട്ടില്ലേ അവിടെ? ഓ, നമുക്കൊന്നും അതിനുള്ള യോഗം ഇല്ലേ. എനിക്ക് നിന്നെ പോലെ കാശാരം ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ കൊണ്ടുപോയി കറക്കി കാണിക്കാനൊന്നും. അയാളൊരു പൊട്ടനാണ്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുക അയാൾ. പിന്നെ എന്റെ പട്ടി പോവാ അയാളുടെ ഭാര്യയായിട്ട്. നീ ഡിവോഴ്സ് ചെയ്യാന്നുള്ള കാര്യം അറിയാവോ? അറിയാം. അതുകൊണ്ടാണല്ലോ എന്റെ പിന്നാലെ വരുന്നത്. ഇയാള് ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുന്നോണ്ട് തന്റെ പുറകെ വരാത്തത്. കാര്യമൊക്കെ ശരിയാ, നീ സൂക്ഷിക്കണം കേട്ടോ. എന്തൊക്കെ പഞ്ചാര വർത്താനം പറഞ്ഞാലും എന്റെ ശരീരത്തിൽ ഞാൻ അയാളെ കൊണ്ട് തൊടിയിക്കില്ല.
അത് വേറെ കാര്യം. ഇന്നത്തെ കാലത്ത് ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ചില ആണുങ്ങൾക്ക് മാത്രമേ ഈ സൂക്കേടുള്ളൂ. അങ്ങനെയുള്ളവർ നമ്മൾ എന്താ ചെയ്യുക? മാക്സിമം പിഴിഞ്ഞെടുക്കുക. അത്രേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലേ? എനിക്ക് പേടിയ. പേടിച്ചിരുന്നിട്ടൊന്നും ഇക്കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ജീവിതം ആകെ കൂടി ഇത്രയേ ഉള്ളൂ. ഉള്ള കാലത്ത് മാക്സിമം സന്തോഷത്തോടെ ജീവിക്കുക. അതാണ് എന്റെ പോളിസി. ഹലോ സാർ. ആ സാർ, ഞാൻ വരാം. ഓക്കെ സാർ. ആ കുരിശി ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു മീറ്റിങ്ങിന് കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ആ മാനേജറാണ് ഇപ്പൊ വിളിച്ചത്. അയാളല്ലാണ്ട് ഇവിടെ ഏതാ കുരിശുള്ളത്? മറ്റൊരു ദിവസം ഉണ്ടായതാണെങ്കിലും വലിയ തമാശ. അതെന്താ? സുരേഷ് ഭായി, അന്നത്തെ ആ പാറ്റത്തെ സംഭവം കൂടി ഒന്ന് പറയട്ടെ. ഇനിയിപ്പോ അതായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? അതും കൂടി പറഞ്ഞോ. കിഷോറ് എല്ലാം മനസ്സിലാക്കട്ടെ. അതെ, ആ ഓഫീസിലത്തെ ഡിവോഴ്സായ പെണ്ണിന്റെ കാര്യം പറഞ്ഞു. ആ പെണ്ണും അവളുടെ ബോയ്ഫ്രണ്ടായിട്ട് പാർട്ടികൾ നമ്മുടെ ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധിച്ചാണ്. ഇതുവരെ ആ പൊട്ടന് മനസ്സിലായിട്ടൊന്നുമില്ല ഞാൻ അയാളെ തേക്കാണെന്ന്. നോക്ക്, നമ്മുടെ ഈ കളി ഏതു നിമിഷവും പൊളിഞ്ഞേക്കാം. അതിനു മുമ്പ് മാക്സിമം പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ക്യാഷ് ചെയ്യും. ആ, ഞാൻ നോക്കാം. മാനേജർ അല്ലേ വരുന്നേ? അയാൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഹായ് പൂജ. ഹായ് സർ. അദ്ദേഹം ഒരാൾ പറയുന്നു കസിൻ ആണെന്ന്, മറ്റേ ആൾ പറയുന്നു ഫ്രണ്ട് ആണെന്ന്. അത് ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സിനെ പോലെ. നിങ്ങൾ രണ്ടുപേരും ചുറ്റിക്കറങ്ങുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളൊന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നത്. ഓ, അങ്ങനെയാണല്ലോ. ഇപ്പൊ എല്ലാം നേരിൽ കണ്ടല്ലോ, വിശ്വാസമായില്ലേ? സാറി ചെല്ലാൻ നോക്ക്, ഞങ്ങൾ അല്പം ബിസിയാണ്. നിനക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ടുള്ള കാര്യം മറച്ചു വെച്ചിട്ടല്ലേ നീ എന്റെ അടുത്ത് നിന്ന് പല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഊറ്റിക്കൊണ്ടിരുന്നത്? അത് താനൊരു മണ്ടനായിരുന്നു. എടോ, ഇവൾ തന്റെ പിന്നാലെ അല്ലല്ലോ, താൻ ഇവളുടെ പിന്നാലെ നടക്കുന്നത്. ഇവിടെ നാണമില്ലല്ലോ തനിക്ക്. നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ സാറേ. ഞങ്ങളിപ്പോ ലിവിങ് ടുഗദറാണ്. അപ്പൊ പിന്നെ ഇടപെട്ടല്ലേ പറ്റുള്ളൂ. എന്നിട്ട് നീ ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാ തന്നോട് പറയുന്നത്? എടി, അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നില്ല ഇത്രയും കാലം? എടി പൊടിന്ന് വിളിക്കാൻ ഞാൻ എന്താ തന്റെ ഭാര്യയോ? മര്യാദക്ക് സംസാരിക്കും. എന്നെ പോലുള്ള ഞരമ്പ് രോഗികളെ ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ ഇവള് തന്റെ കൂടെ കറങ്ങാൻ വന്നതും സാധനങ്ങൾ അടിച്ചു. നിന്നെ ഞാൻ എടുത്തോളാടി. നീ ഓഫീസിലേ വരില്ലേ? ഒന്ന് പോടോ. ഇനി എന്റെ പട്ടി വരും തന്റെ ഓഫീസിലോട്ട്. ദുബായിൽ എന്താ വേറെ കമ്പനി ഇല്ല എന്താ? സാറേ, ഇനി ഇവിടെ നിന്നാ കൂടുതൽ മാറും. അതുകൊണ്ട് സാർ ചെല്ലാൻ നോക്കും. നീ വാ. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്റെ കെട്ടുകൾക്ക് മനസ്സിലായപ്പോ അവൾ എന്നെ പറഞ്ഞു ഈ കുരിശിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ. എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവനെ എന്റെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി. അതിന് അവന്റെ പൊന്നാര പെങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്തു. അല്ല, എന്നിട്ട് പൊന്നാര അളിയപ്പ അവിടെയാണ്. ഓ, അങ്ങോരെ കാര്യമൊന്നും പറയണ്ട. ജോലി അന്വേഷിച്ചാൽ എവിടെയും കിട്ടണ്ടേ? നീ കിട്ടിയാൽ തന്നെ എവിടെയും മര്യാദയ്ക്ക് നിൽക്കോ? ഇല്ല. അവസാനം അതെ ഈ മനുഷ്യൻ ആരുടെയൊക്കെയോ കയ്യും കാലും പിടിച്ച് എവിടെയോ ജോലി ആക്കി കൊടുത്തു. അത്ര അളിയൻ തന്നെയല്ലേ? കിഷോറെ, ഇത്രയും കേട്ട സ്ഥിതിക്ക് എന്ത് തോന്നുന്നു? പുതിയ സ്ഥാപനത്തില് അളിയനെ ഏൽപ്പിക്കണ? ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോ ശരിക്കും പേടി തോന്നുന്നത്. അളിയന്റെ കാര്യം ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. അളിയനെ കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കൊണ്ടുവന്നുള്ളൂ, ഒരു സ്റ്റാഫായിട്ട് മാത്രം. അത് തന്നെ ഞാൻ പറയുന്നത്. അളിയനെ കൊണ്ടുവന്ന ഉടനെ കമ്പനിയുടെ നിയന്ത്രണം മുഴുവനും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്. പിന്നെ അളിയനും അച്ചമ്പയും ചേട്ടനും അനിയനും ഇതൊക്കെ വീട്ടിൽ, പിന്നെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാല് മുതലാളി തൊഴിലാളിമാണ്. അതാണ് അതിന്റെ ശരി. തുടക്കത്തിലെ ശ്രദ്ധിച്ചാലേ നിനക്കും നല്ലത്, അളിയനും നല്ലത്, നിന്റെ സ്ഥാപനത്തിനും നല്ലത്. ഇത് ആദ്യം ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കി. ബന്ധുമിത്രാദികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരില് പലർക്കും സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരു പാഠമായിട്ടുണ്ട്. എനിക്ക് ഇത്രേ പറയാം.